ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ തലശ്ശേരി സ്റ്റൈൽ മട്ടൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം 1 കിലോ മട്ടൻ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഒരു 2.5 കപ്പ്, ഞാൻ ജീരകശാല അരിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ബസ്മതി റൈസ് ആയാലും കുഴപ്പമില്ല, നല്ലപോലെ കഴുകി ഒരു 30 മിനിറ്റ് കുതിർക്കാൻ വെക്കുക. പിന്നെ നമുക്ക് ഒരു 7-8 സവാള ആവശ്യമുണ്ട്. അത് ഇതുപോലെ അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്കൊരു പാനിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നല്ലപോലെ വറുത്തെടുക്കണം. ഇത് നമ്മൾ ചോറിനും അതുപോലെ മട്ടൻ്റെ ഗ്രേവിക്കുമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടുന്ന വരെ സവാള നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. സവോള ആയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ വറുത്ത സവാളയുടെ ഒരു 1/4 ഭാഗം നമ്മൾ നേരത്തെ കഴുകി വെച്ച മട്ടനിലേക്ക് ഇടാം. ഇത് നമ്മൾ മട്ടൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു 3-4 തക്കാളിയും ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് അരച്ച ഒരു പേസ്റ്റ് ആഡ് ചെയ്യുക. പിന്നെ ഒരു നാരങ്ങയുടെ നീരും നമ്മൾ ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി വറുത്ത പാനിൽ തന്നെ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടാവും. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് കശുവണ്ടി വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നല്ലപോലെ ഇളക്കി അത് കരിഞ്ഞു പോവാതെ നോക്കണം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൻ നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. ഒരു 2 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, അതൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മുടെ മട്ടൻ വേവിച്ചെടുക്കാം.
വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കൂടാതെ 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്താൽ നല്ല രുചിയായിരിക്കും. മട്ടൻ വേവുന്ന സമയം നമുക്ക് അടുപ്പിൽ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യും പിന്നെ ഒരു 5 ഗ്ലാസ് വെള്ളം, നമ്മൾ 2.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതിന് പാകമായിട്ട് 5 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചോറ് വേവിക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പ്, കറുകപ്പട്ട, ഏലക്കയൊക്കെ ചേർത്താൽ ഇച്ചിരിയും കൂടെ മണവും രുചിയും ഒക്കെ കിട്ടും. ഇവിടെ അത് ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്യാം. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. നമ്മുടെ മട്ടൻ ഇപ്പോൾ ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. കുക്കർ അപ്പത്തേനും ഒരു വിസിലായിട്ടുണ്ട്. നമുക്കത് വിസിലൊക്കെ പോയതിന് ശേഷം ചോറ് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വിതറിയിടാം. അതാകുമ്പോൾ ചോറെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കത്തില്ല. മട്ടൻ ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് തുറന്ന് വെച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കാം. ഒരു റോസ്റ്റിൻ്റെ ഒക്കെ പരുവം ആകുന്ന വരെ വറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ ദമ്മിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചോറ് ഇങ്ങനെ കുറേശ്ശെ വിതറി അതൊരു ലെയർ ചോറിടണം. അതിനുശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കശുവണ്ടി, പിന്നെ നമ്മൾ കുറച്ച് സവാള വറുത്തത് കുറച്ച് മാറ്റി വെച്ചിരുന്നു, അതും കുറച്ച് വിതറി കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ വീണ്ടും ഒന്നും കൂടെ ആ സെയിം പ്രോസസ്സ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ചോറ്, മല്ലിയില, കശുവണ്ടി,
സവോള, പിന്നെ കുറച്ച് നെയ്യ്. ഇത് ഒന്നും കൂടെ നമ്മൾ വിതറി ചോറ് തീരുന്നത് വരെ ഇങ്ങനെ വിതറി ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് പുഴുങ്ങിയ മുട്ട കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ദം ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും വെള്ളവും കൂടെ ചേർത്ത് ഒരു ചെറിയ നനവുള്ള ഒരു മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ അത് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ പോട്ടും അതിൻ്റെ ലിഡും കൂടെ സീൽ ചെയ്തെടുക്കാൻ പോകുന്നത്. നല്ലപോലെ സീൽ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ശ്രദ്ധയോടെ ആ ലിഡ് ഒന്ന് തുറന്നെടുക്കുക. നല്ലപോലെ ഇളക്കി ആ മസാല എല്ലായിടത്തും ഒന്ന് പിടിക്കാനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അത് സെർവ് ചെയ്ത് എടുക്കാവുന്നതാണ്. മട്ടൻ ബിരിയാണിയുടെ കൂടെ സാലഡും അച്ചാറും പപ്പടവും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്